എയർ ഇന്ത്യ എക്സ്പ്രസിലെ സമരം നടത്തിയ ജീവനക്കാർക്കെതിരെ നടപടിയുമായി കമ്പനി. മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്ത് മിന്നൽ പണിമുടക്ക് നടത്തിയ ജീവനക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. എയർ ഇന്ത്യ എക്സ്പ്രസ് മിന്നൽ പണിമുടക്കിന് നേതൃത്വം നൽകിയ 25 ജീവനക്കാർക്കാണ് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടു. കഴിഞ്ഞ ദിവസമാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ വലച്ചത്. ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഒരു വിഭാഗം കൂട്ട അവധിയെടുത്ത സാഹചര്യത്തിലാണ് എയർ ഇന്ത്യയിൽ സർവീസ് പ്രതിസന്ധിയിലായത്. 200-ലധികം ക്യാബിൻ ക്രൂ ജീവനക്കാർ സിക്ക് ലീവ് എടുക്കുകയായിരുന്നു. നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ റദ്ദാക്കിയത്. അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദാക്കിയതുമൂലം നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്. ജീവനക്കാർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്തതോടെ ഷെഡ്യൂൾ ചെയ്ത വിമാനയാത്രയെ ബാധിച്ചു. ജോലിയിൽ നിന്ന് ഒരു വിഭാഗം ജീവനക്കാർ വിട്ടുനിന്നതിനു പിന്നിൽ ന്യായമായ കാരണങ്ങൾ ഒന്നുമില്ലെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ ഫലമായി ധാരാളം വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. അതുവഴി മുഴുവൻ ഷെഡ്യൂളുകളും തടസ്സപ്പെട്ടു. ഇത് യാത്രക്കാർക്ക് വളരെയധികം അസൗകര്യമുണ്ടാക്കി. ഈ പ്രവൃത്തിയുടെ ഭാഗമായി പൊതുതാൽപര്യത്തെ അട്ടിമറിക്കുക മാത്രമല്ല, കമ്പനിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും പ്രശസ്തിയെ ബാധിക്കുകയും പണനഷ്ടമുണ്ടാക്കിയതായും കമ്പനി വ്യക്തമാക്കി. ജീവനക്കാർക്ക് ബാധകമായ എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡ് എംപ്ലോയീസ് സർവീസ് റൂളുകളും ലംഘിച്ചിരിക്കുന്നുവെന്ന് കമ്പനി ചൂണ്ടിക്കാട്ടി. ജീവനക്കാരുടെ പ്രവൃത്തി പൊതുജനങ്ങളെയും കമ്പനിയുടെ സത്പേരിനെയും ബാധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനി ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അടിയന്തരമായി പിരിച്ചുവിടുന്നുവെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. പ്രശ്നപരിഹാരത്തിനായി എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് കമ്പനി സിഇഒ ആയ ആലോക് സിംഗ് ക്യാബിൻ ക്രൂവുമായി ഗുഡ്ഗാവിൽ ചർച്ച നടത്തും. മെയ് 13 വരെ പ്രതിസന്ധി തുടർന്നേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓരോ ദിവസത്തെയും 40ഓളം സർവീസുകൾ റദ്ദാക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. ഇന്നലെ 91 ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയത്. 102 സർവീസുകളാണ് വൈകിയത്. അതേസമയം ഇന്ന് വൈകുന്നേരം 4 മണിയോടെ അവധിയെടുത്ത മറ്റു ജീവനക്കാർ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് താക്കീത് നൽകിയതായും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുകയാണ്. 90-ലധികം സർവീസുകൾ റദ്ദാക്കി കമ്പനിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തിവെച്ച സാഹചര്യത്തിലാണ് 25 ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനമായത്. മുന്നറിയിപ്പില്ലാതെ ഗൂഢാലോചന നടത്തിയുള്ള ജീവനക്കാരുടെ അവധിയെടുക്കലാണിതെന്ന് കമ്പനി കണ്ടെത്തി. ഇതുമൂലം ധാരാളം വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വരികയും യാത്രക്കാർക്ക് അസൗകര്യങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു. ജീവനക്കാരുടെ ഇത്തരം പ്രവൃത്തി കമ്പനിയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കം വരുത്തുകയും സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്തു. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്ന ജീവനക്കാരുടെ മനോഭാവം അംഗീകരിക്കാനാകാത്തതാണ്. ഇതിന് തക്കതായ നടപടി സ്വീകരിക്കുന്നു എന്നാണ് എയർ ഇന്ത്യയുടെ പിരിച്ചുവിടൽ നോട്ടീസിൽ പറയുന്നത്. മിന്നൽ പണിമുടക്കിനെ തുടർന്ന് ഇന്നും കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ പല വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്കും ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും പോകേണ്ട വിമാനങ്ങൾ റദ്ദാക്കി. കരിപ്പൂരിലും 3 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അൽ എയിൻ, ജിദ്ദ, ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. കണ്ണൂരിൽ നിന്ന് ഷാർജ, അബുദാബി എന്നീ സ്ഥലങ്ങളിലേക്കുള്ള വിമാനങ്ങളും റദ്ദ് ചെയ്തിരിക്കുന്നു. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ സമരത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇടപെട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി എയർ ഇന്ത്യ എക്സ്പ്രസിലെ അധികൃതരെയും ജീവനക്കാരെയും ഡൽഹിയിൽ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു യോഗം വിളിച്ചത്. സമരത്തെ തുടർന്ന് നിരവധി വിമാന സർവീസുകളാണ് ഇന്നലെയും ഇന്നുമായി റദ്ദാക്കിയത്. യാത്രയ്ക്കായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് മിക്കവരും സർവീസ് റദ്ദാക്കിയ വിവരം അറിഞ്ഞത്. പലയിടത്തും ഇത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ട വ്യോമയാന അതോറിറ്റി കമ്പനിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. M5 ന്യൂസ്, തിരുവനന്തപുരം.